6-ാം ദിവസവും ഒളിവിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമത്തെക്കുറിച്ചും നിയമവ്യവസ്ഥയെക്കുറിച്ചും നിയമത്തിന് വിധേയരാകേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഘോരഘോരം പ്രസംഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇങ്ങനെ 6-ാം ദിവസവും ഒളിവിൽ കഴിയുന്നത് എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും എത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എത്രത്തോളം നല്ല പ്രസംഗങ്ങൾ നടത്തി, എത്രത്തോളം നല്ല ചർച്ചകളിൽ പങ്കെടുത്തു. വളരെ പഠിച്ച് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിവുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ അങ്ങനെ തെരുവിലിറങ്ങി രാഹുൽ നടത്തിയ പ്രസംഗങ്ങൾ എല്ലാം തന്നെ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളായിരുന്നു. സ്ത്രീകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ നടനും MLA-യുമായിട്ടുള്ള മുകേഷിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നതിൽ വലിയ തർക്കമൊന്നും വേണ്ട. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ MLA അയാളെ കാണാനില്ല, ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കിയ ഒരു വാഹനത്തിൽ പല വേഷത്തിൽ അയാൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആരോപണങ്ങളുടെ ശരശയ്യയിൽ ബഹുമാന്യനായ MLA കിടക്കുന്നു. മുകേഷ് എന്ന് പറയുന്ന നടൻ എന്ത് കാണിച്ചു എന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് നിയമത്തിന് വിടുന്നു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നീണ്ട ഒരു വലിയ പ്രസംഗം നടത്തിയ രാഹുലിനെ നമുക്ക് ഓർമ്മയുണ്ട്. പ്രസംഗമൊക്കെ കെങ്കേമം, പക്ഷേ ജീവിതത്തിൽ അത് നടപ്പാക്കുക എന്നത് ഏറെ പ്രയാസകരമാണ് എന്ന് തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ തെളിയിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു വിരൽ മുന്നിലേക്ക് ചൂണ്ടിയാൽ ബാക്കി 4 വിരലും തനിക്ക് നേർക്ക് തന്നെയായിരിക്കുമെന്ന് രാഹുൽ അന്ന് മറന്നു. ഇന്ന് മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കാൾ എത്രയോ വലിയ കുറ്റമാണ് രാഹുൽ ചെയ്തിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി മർദ്ദിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ആരോപണം ഉന്നയിച്ച യുവതിയെ തന്റെ അധികാര സ്വാധീനങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് രാഹുൽ സൈബർ ഇടത്തുമല്ലാതെയും അപമാനിച്ചു. തന്റെ ഇമേജ് സംരക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമത്തിന് മുന്നിലേക്ക് വരാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് ബോധ്യപ്പെടുത്തുവാനെങ്കിലും രാഹുൽ തയ്യാറാകേണ്ടതല്ലേ? രാഹുൽ തയ്യാറാകണം. ചുവന്ന കാറിൽ മാറിക്കയറിയും ഒളിവിലിരുന്ന് രാഹുൽ പോലീസിനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴും താൻ പ്രസംഗിച്ചതിന്റെ ഒരു അംശം പോലും രാഹുൽ പ്രവൃത്തിയിൽ കാട്ടുന്നില്ല എന്നുള്ള ഖേദകരമായ വസ്തുത കൂടി പറയേണ്ടിയിരിക്കുന്നു. താങ്കൾ MLA മുകേഷിനെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരെ കുറിച്ച് പറഞ്ഞതോ ഒക്കെ ഘോരം ബാധിക്കുമ്പോഴും സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോഴും താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിലായി മാറി മാറി സഞ്ചരിക്കുകയും ഒളിവിൽ കഴിയുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മുകേഷിനോട് പറഞ്ഞ പോലെ മുകേഷ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA ആണ്. അദ്ദേഹം ആ MLA ബോർഡ് പോലും ഒഴിവാക്കിക്കൊണ്ട് ഒരു വാഹനത്തിൽ പല വേഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആരോപണങ്ങളുടെ ശരശയ്യയിലാണ് ബഹുമാന്യനായ MLA നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഇപ്പോൾ ഓഡിറ്റബിൾ ആണ്. നിങ്ങൾ ഈ ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് സത്യത്തിൽ ഓഡിറ്റബിൾ ആണ്. അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ജനങ്ങളുടെ മുൻപിലെങ്കിലും നിങ്ങൾ സത്യം പറയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇത്രയും നാൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ എന്ന് പറയപ്പെടുന്നത് നാടകമായിരുന്നുവെന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ചിലപ്പോൾ ഒരു 10 വർഷത്തിലധികം പോകില്ല, ഒരു 10 വർഷത്തിനുള്ളിൽ നേടിയെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ നേടിയെടുക്കപ്പെട്ട ബഹുമതിയും ഒപ്പം തന്നെ വല്ലാത്ത പ്രശംസകളും പ്രശസ്തികളും അധികാര സ്ഥാനങ്ങളും ഒക്കെ ആയിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിന്. വളരെ പെട്ടെന്ന് ലഭിച്ചതായിപ്പോയത് കൊണ്ടാകണം ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഓരോ പടികളിൽ ചവിട്ടി കയറുമ്പോൾ കുറച്ചുകൂടി ആകേണ്ടതുണ്ട്. ഒപ്പം തന്നെ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അവിടെ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റിപ്പറ്റി. നിങ്ങൾ
വളരെ കൃത്യമായി കണ്ടെത്തേണ്ട സ്ഥലങ്ങൾ പലതും മനസ്സിലാക്കേണ്ട പലരെയും മനസ്സിലാക്കിയില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഈ പറയുന്ന പൊതു സമൂഹത്തോട് ഓഡിറ്റബിൾ ആയിരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ വിജിലൻ്റ് ആകണമായിരുന്നു. അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ ചെയ്തു കൂട്ടിയ ചെയ്തികൾ മറ്റാരുടെയെങ്കിലും തലയിൽ മറ്റുള്ളവരും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്തില്ല എന്ന് പറയുന്നതാണ്. നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ മാതൃകകളാകേണ്ടവരാണ്. അത്തരത്തിൽ മാതൃകകളാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെങ്കിൽ ഇന്നെന്നല്ല, നിങ്ങളെ മടുക്കും വരെ ആ ഒരു നിയോജക മണ്ഡലം നിങ്ങളെ കൈവിടില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കൈവിടില്ല. കാരണം നിങ്ങളിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. ഏത് മണ്ഡലത്തിൽ നിന്നാൽ മത്സരിക്കുവാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ എല്ലാം താങ്കൾ കളഞ്ഞു കുളിച്ചു. താങ്കളുടെ ഈ വൃത്തികെട്ട പ്രവർത്തന രീതികൾ കാരണമാണ് അത് പോയത്. വളരെ പെട്ടെന്ന് താങ്കളുടെ ചിലപ്പോൾ താങ്കൾക്ക് അർഹിക്കുന്നത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയൊക്കെ താങ്കളെപ്പോലുള്ള ഒരാൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ അത് കൈകാര്യം ചെയ്ത രീതിയും ആ ലഭിച്ച അധികാരത്തെ ദുർവിനിയോഗം ചെയ്തതുമാണ് ഇന്ന് ഈ ഒരു ദുർവിധിക്ക് കാരണമെന്ന് പറയട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ജയിലിലേക്ക് പോകും. പക്ഷേ ഇത്രയും ഇങ്ങനെ പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞ് ഒളിവ് ജീവിതമൊക്കെ ആസ്വദിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് പിടികൊടുക്കുക. ചെയ്തത് തെറ്റല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിയമവും നീതിയും നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ നട്ടല് വളച്ചു നിൽക്കും. എന്നിട്ട് നിങ്ങളോട് ഈ നിയമം തന്നെ പുറത്തേക്ക് പോകാൻ പറയുകയും ചെയ്യും. തെളിയിക്കുക. അപ്പോൾ നിങ്ങളുടെ നിരപരാധിത്വമാണെങ്കിൽ അത് പൊതുസമൂഹം അറിയട്ടെ.